ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO, ദീപം ഹോസ്പിറ്റൽ. ഞാൻ ഇന്നിവിടെ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ഒബിസിറ്റിയുടെ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞത് ഒബിസിറ്റിയുടെ കാരണങ്ങൾ, ഒബിസിറ്റിയുടെ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒബിസിറ്റിയുടെ മാനേജ്മെൻറ്റ്. അപ്പോൾ ഒബിസിറ്റിയുടെ മാനേജ്മെൻറ്റിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് ഭക്ഷണവും വ്യായാമവും ഇത് രണ്ടും ഒന്നിച്ചില്ലെങ്കിൽ നമുക്കിത് യാതൊരു കാരണവശാലും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഭക്ഷണത്തിനെ പറ്റി പറയാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസിൽ ഏറ്റവും പ്രധാനം അധികം എണ്ണയും തേങ്ങയൊന്നും ഉപയോഗിക്കാതിരിക്കും. പാകം ചെയ്യുമ്പോൾ ഈ വറുത്തതും പൊരിച്ചതും ഒന്നും അധികം കഴിക്കാതിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണപ്പലഹാരങ്ങൾ, അതുപോലെ തന്നെ വറുത്ത മീൻ, വറുത്ത ഇറച്ചി ഇതുപോലുള്ള സാധനങ്ങൾ വളരെ കുറച്ച് മാത്രം, അല്ലെങ്കിൽ കഴിവതും അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങൾ, മധുര പലഹാരങ്ങൾ, മധുരം കഴിവതും അവോയ്ഡ് ചെയ്യും. അതുപോലെ കോള പോലുള്ള പാനീയങ്ങൾ ഇതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും നല്ലത്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ ഫാറ്റ് വളരെ കുറയ്ക്കുക, അതുപോലെ പ്രോട്ടീൻ ആവശ്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം പ്രോട്ടീൻ പെർ kg പെർ ഡേ വേണം. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ യാതൊരു കാരണവശാലും വേണ്ടാന്ന് വെക്കുക. രാവിലെ ഇദ്ദേഹം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വായൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിവതും ഒരു 9 മണിക്ക് മുമ്പായിട്ട് കഴിക്കുക. പ്ലേറ്റിൻ്റെ പകുതി പച്ചക്കറികൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതുപോലുള്ള സംഗതികളാക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ് പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളല്ല, അല്ലാത്ത പച്ചക്കറികൾ, ക്യാബേജിൻ്റെ ഇല, കോളിഫ്ലവർ, ബ്രക്കോളി, കുക്കുംബർ, സവാള ഇതുപോലുള്ള സാധനങ്ങളാണ് ഈ ഉദ്ദേശിക്കുന്ന പച്ചക്കറികൾ. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ലത് ഈ സാലാഡുകൾ ഉണ്ടാക്കി കഴിക്കുക, ഗ്രീൻ സാലാഡ്. അപ്പോൾ പ്ലേറ്റിൻ്റെ പകുതി ഈ പറഞ്ഞതുപോലുള്ള ന്യൂട്രീറ്റീവ് വാല്യൂ കുറഞ്ഞ, എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇത് കുറഞ്ഞ പച്ചക്കറികളായിരിക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കറിക്കുകയാണെങ്കിൽ അത് മൊത്തം കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ അതുപോലുള്ള പച്ചക്കറികൾ കഴിവതും അവോയ്ഡ് ചെയ്യും. പിന്നെ ആ പ്ലേറ്റിൻ്റെ പകുതിയുടെ കാര്യം കഴിഞ്ഞ് ഇനിയുള്ള പകുതിയിൽ കാൽഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിൻ്റെ കാൽഭാഗം കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ അരി, ഗോതമ്പ് അല്ലെങ്കിൽ ഓട്സ്, ഇതെല്ലാം മൂന്നും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെ. ബാക്കിയുള്ള ആ പ്ലേറ്റിൻ്റെ കാൽഭാഗം പ്രോട്ടീൻ ആയിരിക്കണം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മീൻ, മുട്ട, ഇറച്ചി, പാലുൽപ്പന്നങ്ങൾ, ഇതാണ് നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻ. വെജിറ്റേറിയൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറുവർഗ്ഗം. അപ്പോൾ നമ്മൾ രാവിലത്തെ കോമ്പിനേഷൻ ഒന്നുകിൽ പുട്ടുകടല, അപ്പം കടല, അല്ലെങ്കിൽ പുട്ട് മുട്ടക്കറി, അപ്പം മുട്ടക്കറി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കോമ്പിനേഷൻ കണ്ടുപിടിക്കുക, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ചേർന്ന്. അപ്പോൾ നമ്മുടെ ഒരു ട്രഡീഷണൽ കോമ്പിനേഷനുണ്ട് പുട്ടും പഴവും. അത് യാതൊരു കാരണവശാലും അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, രണ്ടും കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചായ ഒരു ദിവസം നമുക്ക് 3 ചായ വരെയൊക്കെ കുടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ വേണമെങ്കിൽ ചായ കഴിക്കാം. കടും മധുരമൊന്നും ഇടാതെ ആവശ്യത്തിന് ചെറിയ രീതിയിൽ മധുരം ചേർത്ത് കഴിക്കാം. അതുപോലെ ഭക്ഷണത്തിൽ ഉപ്പ് വളരെ കൂടുതൽ വേണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ഉപ്പ് മതി. ഇനി അടുത്തത് ഈ മിഡ് മോർണിംഗ്. ചില ആളുകൾ ഒരു 11:30 ആകുമ്പോൾ ഒരു ചായ കുടിയൊക്കെ ഉണ്ട്. ഈ ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം 11 മണിയാകുമ്പോൾ ഒരു പരിപ്പോടെയും ചായയൊക്കെ. അങ്ങനെ ആ എണ്ണപ്പലഹാരങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അന്നേരം ഒരു ചായ കുടിക്കുന്ന സ്വഭാവം, ചായ കുടിച്ചേ പറ്റുമെങ്കിൽ ഒരു ചായ കുടിക്കുക. അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റോ ഒരു റസ്കോ അല്ലെങ്കിൽ ഒരു പഴമോ കഴിക്കുക. യാതൊരു കാരണവശാലും ഈ പരിപ്പുവട, ഉഴുന്നുവട, ഉള്ളിവട അതുപോലുള്ള എണ്ണപ്പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അത് കഴിഞ്ഞ് ലഞ്ചിൻ്റെ കാര്യം പറയാം. ലഞ്ചിൻ്റെ ഇവിടെ നമ്മുടെ
പ്ലേറ്റിൽ പകുതി ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ കുറഞ്ഞ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ കഴിച്ചതുപോലുള്ള പച്ചക്കറികൾ, അതിൽ ഇലക്കറികൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതായി. നേരത്തെ പറഞ്ഞ ആ പച്ചക്കറികളും ഉപയോഗിക്കും. മറ്റേ കിഴങ്ങ് വർഗ്ഗങ്ങൾ അവോയ്ഡ് ചെയ്യും. ബാക്കി പ്ലേറ്റിൻ്റെ കാൽഭാഗം കാർബോഹൈഡ്രേറ്റ്, കാൽഭാഗം പ്രോട്ടീൻ. അതുപോലെ ലഞ്ചിനായാലും നമ്മൾ ഈ കഴിക്കുന്ന സംഗതിയുടെ പ്രൊപ്പോർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേറ്റിൻ്റെ പകുതി ഒന്നുമില്ലെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതുപോലുള്ള സംഗതികളായിരിക്കണം. ബാക്കി പകുതിയുടെ പകുതി ഭാഗം കാർബോഹൈഡ്രേറ്റ്, പകുതി ഭാഗം പ്രോട്ടീൻ. ഇനി വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും ചായയൊക്കെ കുടിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ കൂടെയും ഈ സാധാരണ പരിപ്പോടെയും ഉഴുന്നോടെയും ഉള്ളിയോടെയൊക്കെ കഴിക്കുന്ന ആ പരിപാടി കഴിവതും അവോയ്ഡ് ചെയ്യുക. ഒരു ചായ വേണമെങ്കിൽ കുടിക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റോ റസ്കോ ഒരു പഴമോ എന്തെങ്കിലും കഴിക്കാം. രാത്രിയത്തെ ആഹാരം ഒരു ഉറങ്ങുന്നതിനൊരു 2-3 മണിക്കൂറിനകം, നേരത്തെ ഉറങ്ങുന്നതിന് മുമ്പ് 2-3 മണിക്കൂർ മുമ്പ് നമ്മൾ കഴിച്ചിരിക്കണം. അപ്പോൾ അവിടെയും അതിൻ്റെ രീതി നേരത്തെ പറഞ്ഞത് തന്നെയായിരിക്കണം. പാത്രത്തിൻ്റെ പകുതി ഈ പറഞ്ഞതുപോലെ, ബാക്കി പകുതി കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ കാൽഭാഗം കാർബോഹൈഡ്രേറ്റ്, കാൽഭാഗം പ്രോട്ടീൻ. അപ്പോൾ ഇതാണ് ആഹാരത്തിൻ്റെ ഒരു രീതി. യാതൊരു കാരണവശാലും ഈ ജങ്ക് ഫുഡുകൾ, ബേക്കറി സാധനങ്ങൾ ഇതൊന്നും കഴിക്കരുത്. അത്താഴം എപ്പോഴും വളരെ കുറച്ച് മാത്രമേ കഴിക്കാവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമക്കാർ പറയുന്നത് തന്നെ അത്താഴം അത്തിപ്പഴത്തോളം. ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ വയറ് നിറച്ച് കഴിക്കുക, ഉച്ചക്കത്തെ ഭക്ഷണം കുറച്ച് കഴിക്കുക, രാത്രിയത്തത് വളരെ കുറച്ച് കഴിക്കുക. അതാണ് ഈ അത്താഴം അത്തിപ്പഴത്തോളം എന്ന് പറയുന്നത്. അടുത്തത് വ്യായാമം. വ്യായാമം എന്ന് പറയുന്നത് എയറോബിക് എക്സർസൈസുകളാണ്. ഇത് ഒരു 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ഡെയിലി ചെയ്യുക. അത് വാക്കിംഗ് ആകാം, ജോഗിങ് ആകാം, സ്വിമ്മിങ്, സൈക്ലിങ്, ട്രെഡ്മില്ല്, എയറോബിക്, ഡാൻസ്. അപ്പോൾ ഇതിൽ ഇപ്പം നടത്തമാണെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് നേരം, ഒരു 1-2 മിനിറ്റ് നേരം വളരെ സ്ലോയിൽ നടക്കുക. പിന്നെ നമ്മൾ കൈയും വീശി നല്ല സ്പീഡിൽ നടക്കുക. ഇതിൻ്റെ അവസാനം ഇതുപോലെ കുറച്ച് സ്പീഡ് കുറച്ച് കഴിഞ്ഞിട്ട് നിർത്തും. പിന്നെ നമ്മൾക്ക് ഈ കലോറി, കൂടുതൽ വന്ന കലോറി കത്തിച്ച് കളയാനുള്ള വേറെ ഒരു മാർഗമാണ് ഈ ഷട്ടിൽ, ബാഡ്മിൻ്റൺ പോലുള്ള കളികൾ. അപ്പോൾ രാത്രി വേണേൽ 1 മണിക്കൂർ ഷട്ടിൽ കളിക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എക്സസൈസായിട്ടുള്ള കലോറി കത്തിച്ച് കളയാൻ, ഒരു 400 കലോറിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഷട്ടിൽ കളിച്ച് കത്തിച്ച് കളയാൻ പറ്റും. പിന്നെ ഉറക്കമാണെങ്കിൽ ഒരു 8 മണിക്കൂർ, 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ ഉറക്കം ഇദ്ദേഹത്തിന് ആവശ്യം. അതുപോലെ സ്ട്രെസ് ഇല്ലാത്ത ഒരു ജീവിതം പുള്ളിക്ക് ആവശ്യമാണ്. അപ്പോൾ സ്ട്രെസ് നിയന്ത്രിക്കാനായിട്ട് മെഡിറ്റേഷൻ, യോഗ ഇതുപോലുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വെള്ളം കുടി എന്ന് പറയുന്നത് ഏകദേശം 2.5 ലിറ്റർ മൂത്രം ഒരു ദിവസം പോകണം. അപ്പോൾ അതനുസരിച്ച് വേർപ്പുള്ള സമയമാണെങ്കിൽ അതുപോലെ കൂടുതൽ വെള്ളം കുടിക്കണം. ചായ ഒരു ദിവസം ഒരു 3 ഗ്ലാസ് ചായ വരെ കുടിക്കാം. റെഡ് മീറ്റ്, ഈ ആട്ടിറച്ചി, പോത്തിറച്ചി, പശു ഇറച്ചി, പന്നിയിറച്ചി, മുയലിറച്ചി ഇതുപോലുള്ള റെഡ് മീറ്റുകൾ കഴിവതും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തത് സർജറിയാണ്, ബാരിയാട്രിക് സർജറി. അപ്പോൾ ഈ സർജറിയുടെ തുടക്കം 1967കളിലാണ് ഇത് തുടങ്ങുന്നത്. അന്ന് ഈ വയറ് തുറന്നുള്ള തരം സർജറികളാണ് ഉള്ളത്. അപ്പോൾ ഒരു പൊണ്ണത്തടിയനെ പിടിച്ച് മേശയിൽ കിടത്തി വയറ് തുറക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 6 ഇഞ്ചൊക്കെ ഫാറ്റ് തന്നെ കാണും. അന്ന് ഡെത്ത് റേറ്റ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഈ ബാരിയാട്രിക് സർജറിക്ക് വളരെ ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ ജനം അത് അത്ര അക്സെപ്റ്റ് ചെയ്ത്.
പിന്നീട് ഈ കീ ഹോൾ സർജറിയൊക്കെ വന്നപ്പോൾ അത് പിന്നെയും ജനം അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഒരു ഇൻട്രാ ഗ്യാസ്ട്രിക് ബലൂൺ അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റൊമക്കിന് ചുറ്റും ഒരു ബാൻഡ് അപ്ലൈ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് രണ്ടും അത്ര സക്സസ് ആയില്ല. ഇതിൽ ഈ ബariatric സർജറിയിൽ ഏറ്റവും പ്രചാരത്തിൽ വന്ന സ്ലീവ് ഗാസ്ട്രക്ടമി എന്ന് പറയുന്ന ഒരു സർജറിയാണ്. സ്റ്റൊമക്ക് യഥാർത്ഥത്തിൽ ഒരു കിഡ്നി ഷേപ്പാണ്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്ത് അതൊരു ട്യൂബുലാർ ഓർഗനായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി വളരെ കുറയും. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ഒരു 300 ml ഒക്കെ ആയിട്ട് അങ്ങ് കുറക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റൊമക്കിൻ്റെ യഥാർത്ഥ ഫങ്ഷൻ എന്ന് പറയുന്നത് ആഹാരം സ്റ്റോർ ചെയ്യുക, എന്നിട്ട് അത് ഈ ചക്കിലിട്ട് ആട്ടുന്ന പോലെ ആട്ടിയിട്ട് കുറേശ്ശെ ഡുവോഡിനത്തിലോട്ട് വിട്ടുകൊടുക്കുക. ഇതാണ് സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ സ്റ്റൊമക്ക് കുറച്ചൊക്കെ മുറിച്ച് അത് ഒരു 300 ml കപ്പാസിറ്റി ആക്കുമ്പോൾ ഈ ആളിന് ഒരു 300 ml കഴിച്ച് കഴിയുമ്പോഴേ പുള്ളിയുടെ വയറ് നിറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ അദ്ദേഹം അത്രയും കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ബാക്കി ആവശ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന ഫാറ്റ് ശരീരം വലിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ തടി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ലീവ് ഗാസ്ട്രക്ടമിയാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ബariatric സർജറി. ഇതുകൂടാതെ ഗാസ്ട്രിക് ബൈപ്പാസ്, മിനി ഗാസ്ട്രിക് ബൈപ്പാസ് എന്നൊക്കെ പറഞ്ഞുള്ള സർജറികളും ഉണ്ട്. ഇവിടെ പോഷകാഹാരക്കുറവ് ഒരു പ്രധാന ഘടകമാണ്. സ്ഥിരം പോഷകാഹാരക്കുറവ് അത് നമ്മൾ എപ്പോഴും സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. ഈ ബാരിയാട്രിക് സർജറി പറയുമ്പോൾ ഒരെണ്ണം പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ഇതാണ് ലൈപ്പോസെക്ഷൻ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വെയിറ്റ് കുറക്കാനുള്ള സർജറി അല്ല, ഇതൊരു കോസ്മെറ്റിക് സർജറിയാണ്. ഇപ്പോൾ കുടവയറുണ്ട്, അല്ലെങ്കിൽ ഗൈനക്കോമാഷ്യ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഡബിൾ ചിന്നൊക്കെ ഉള്ളത്, ഇതെല്ലാം നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കുഴൽ കടത്തിയിട്ട് ഫാറ്റ് വലിച്ചെടുത്ത് കളയുന്നത്. ഒരു 5 കിലോ വരെയൊക്കെ നമ്മുടെ വെയിറ്റ് കുറക്കാൻ പറ്റും. അതിനാണ് ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ ബാരിയാട്രിക് സർജറി ചെയ്യുമ്പോൾ പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇതും കൂടെ പറയണം. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് യാതൊരു കാരണവശാലും ഒരു വെയിറ്റ് റിഡക്ഷന് വേണ്ടിയുള്ള സർജറി അല്ല. അപ്പോൾ ഒബിസിറ്റിയുടെ ഒരു ചികിത്സേനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.